അതെ, അരിമോള് വിന്നറായി. വലിയ സന്തോഷം, നല്ല സന്തോഷം. അവൾക്ക് ലഭിച്ചല്ലോ, വലിയ സന്തോഷം. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു അവിടെ ഷോയിൽ. എല്ലാ ഷോയുടെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങളാണ് വീടിനകത്ത് സംഭവിച്ചതൊക്കെ. അപ്പോൾ ഫൈനലി അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്ക് ട്രോഫി കിട്ടി. ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ഈ ബിഗ് ബോസ് സീസണിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടൻ അക്ബർ അങ്ങനെ ഒരു ടീമിന്റെ ആണ്. അത് പുറത്തിറങ്ങിയ ശേഷം അക്ബർ കരയുണ്ടായി. ചേട്ടൻ പോയ സമയത്ത് ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായി. എങ്ങനെയാണ് നിങ്ങളൊരു ബോണ്ട് എങ്ങനെയാണ് നിങ്ങൾ? അറിയില്ല, അത് ഞാൻ പറയട്ടെ, ഇത് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ സാധനമല്ലല്ലോ. അറിയാതെ അങ്ങ് ഫ്രണ്ട് ആയതാണ് ആക്ച്വലി. ഇപ്പം എനിക്കാണെങ്കിലും എവിക്റ്റായി പോയപ്പോഴാണെങ്കിലും തിരിച്ചു കയറുമ്പോഴാണെങ്കിലും എൻ്റെ ഉള്ളിൽ ആകെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അവനെ ഒന്ന് കാണണം, അവനെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അവൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കണം, സംസാരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സോ എനിക്ക് ബിഗ് ബോസിൽ പോയിട്ട് കിട്ടിയ എൻ്റെ പ്രിയ സുഹൃത്തിനും ആശംസകൾ. അവനും വിജയിച്ചു. അവനും എൻ്റെ മനസ്സിൽ അവനും കപ്പുണ്ട്. അവനും ഈ പറഞ്ഞ പോലെ നല്ല ഗെയിമറാണ് അക്ബർ ആണെങ്കിലും. അനീഷും എല്ലാവരും ടോപ്പ് 5 എത്തിയ എല്ലാ ആൾക്കാരും നല്ല ഗെയിമേഴ്സ് തന്നെയാണ്. എനിക്കൊരു സ്പെഷ്യലാണ് എന്ത് പറഞ്ഞാലും അക്ബർ. ഈ ബിഗ് ബോസിൽ ഇപ്പോ അനുമോൾക്ക് വോട്ട് കിട്ടാൻ കാരണക്കാരി ശൈത്യാന്ന് പുറമെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നുണ്ട്. ശൈത്യ ചതിച്ചു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതിനോടൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? ഇല്ല, ഇതെന്താ സംഭവിച്ചില്ല. അത് ഇവരും നല്ല സുഹൃത്തുക്കളാണ്. ഈ പറയുന്ന ശൈത്യാണെങ്കിലും അനുമൊക്കെ നല്ല സുഹൃത്തുക്കളാണ്. അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഒരു വഴക്കുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിനെ പുറയുന്നു കുത്തി ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് മോശമാക്കും. എനിക്ക് ഭയങ്കര താല്പര്യമില്ല ആ കാര്യം സംസാരിക്കാനായിട്ട്. മൊത്തത്തിൽ ഗെയിം കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഗെയിം കഴിഞ്ഞു. എല്ലാവരും ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും നിന്നു. അനുവിന് ഗിഫ്റ്റ് ട്രോഫി കിട്ടിയപ്പോൾ എല്ലാവരും അതിൽ സന്തോഷത്തിൽ പങ്കുചേർത്തു. അനീഷിനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും. ഓൾറെഡി ഞങ്ങൾ, എനിക്ക് തോന്നുന്നു, ആ വീട്ടിൻ്റെ അകത്തുനിന്ന് ലാസ്റ്റ് ഡേ ഇറങ്ങുമ്പം തന്നെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ച്, എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സീസൺ ഉണ്ടാവില്ല. ഇതിനു മുമ്പ് ഇറങ്ങി ഒരു സീസണിൽ ഇങ്ങനെ ഉണ്ടാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഉണ്ടായ പ്രശ്നങ്ങളും വിഷമങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാണ് ബിഗ് ബോസിനോട് വിട പറഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെയാണ് അപ്പൈശരത്ത് മസ്താനി ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പുറത്തുനിന്ന് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷെ അകത്ത് വന്ന ശേഷം കൈപിടിച്ച് ഞാൻ പറയട്ടെ ആക്ച്വലി ഞാൻ വന്ന അന്ന് മുതൽ ഈ പറയുന്ന മസ്താനി ഞാൻ മിണ്ടിയിട്ടില്ല. ശരിക്കും പറഞ്ഞ നിങ്ങളെല്ലാവരും ഷോ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി നടന്നു. അപ്പോൾ എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് മസ്താനിയോട് പ്രത്യേകിച്ച് ദേഷ്യമോ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ അന്ന് അങ്ങനെ ഒരു ആക്ട് കാണിച്ചപ്പോൾ വിഷമമുണ്ടായി എന്നുള്ളതാണ് സത്യം. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ അമ്മയ്ക്കും എൻ്റെ വൈഫിനും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും വിഷമമായി. നിങ്ങൾക്ക് വിഷമമായില്ല? അതേപോലെ തന്നെ. പക്ഷെ എന്ന് കരുതി എന്നെ ഒരാൾ അങ്ങനെ കാണിച്ചു എന്ന് കരുതി ഞാൻ ഉള്ളിലുള്ളൊരു വൈരാഗ്യമൊക്കെ വെച്ചിട്ട് നിൽക്കാനായിട്ട് മാത്രം ഞാൻ അങ്ങനെ വലിയൊരു ദുഷ്ടനല്ല. അതാണ് സത്യം. പക്ഷെ ഞാൻ തിരിച്ചു കയറിയതിന് ശേഷം ആളുടെ ഒരു ഫീലിങ്സ് എനിക്ക് തോന്നി. ആൾ നല്ല വിഷമത്തിലാണ്. അതിന് ശേഷം ആൾ അനുഭവിച്ചിട്ട് കടന്നുപോയ സൈബർ പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ പെങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നാലും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലും ഈ അവസ്ഥ വന്നാൽ ഞാൻ ക്ഷമിച്ചല്ലേ പറ്റുള്ളൂ. എല്ലാത്തിനപ്പുറം നമുക്ക് ക്ഷമയാണ് ഏറ്റവും വലുത്. എന്നെ നടനാക്കിയത് അത് തന്നെയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരുപാട് ഓഡീഷൻസിലും നാടകത്തിലൂടെയും തെരുവ് നാടകങ്ങളിലൂടെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് ക്ഷമിച്ചോടാണ് ഇവിടം വരെ എത്തിയത്. അപ്പം ഒരാൾക്കൊരു ക്ഷമ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അതിനപ്പുറം വേറെ ഒന്നും ഇല്ല, പ്രത്യേകിച്ച് മസ്താനിക്ക്. ചേട്ടാ, ഈ പറഞ്ഞ പോലെ തന്നെ ഈ PR വർക്ക് എന്നുള്ളൊരു ബലത്തിലാണ് അനുമോള് വിജയിച്ചെന്നാണ് പൊതുവെ എല്ലാവരുടെ ഒരു ആദ്യം മുതലുള്ള ഒരു കാര്യമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവം ഇനി അങ്ങോട്ടുള്ള ബിഗ് ബോസിനെ ബാധിക്കുമോ? ഈ PR വർക്ക് ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമോ ബിഗ് ബോസ് പോവുകയാണെങ്കിൽ? PR മാത്രം കൊണ്ട് ഒരാൾ ജയിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കളിക്കാനും വേണം, ഗെയിം നന്നായിട്ട് കളിക്കണം. ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വിടരുത്, അത്രേ ഉള്ളൂ. കാര്യം ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ടാലന്റിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റാതെ വരും. നമുക്ക് ആ PR ഉണ്ടല്ലോ, അപ്പോൾ ഒന്നും ചെയ്യണ്ട, ഞങ്ങൾക്ക് വെറുതെ ഇവിടെ ഇരുന്നാൽ മതിയല്ലോ എന്ന് ചിന്തയൊക്കെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഈ PR എടുക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ PR എടുത്തോ, കാശ് വാങ്ങിച്ചോ, നിങ്ങൾ പണിയെടുത്തോ, പക്ഷെ അവരെ ടാലന്റ് നഷ്ടപ്പെടുത്താതെ അവരെ നിങ്ങൾ എങ്ങനെ ഒരു അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. പിന്നെ ഓൾറെഡി നമ്മൾ ഇപ്പോൾ ആൾക്കാർ എല്ലാവരും സംസാരിച്ചപ്പോൾ, പുറത്തു വന്ന ആൾക്കാർ സംസാരിച്ചപ്പോഴും ഒരു കാര്യം പ്രധാനപ്പെട്ട പറഞ്ഞ്, ഈ പുറത്തു നിന്ന് വന്ന ആൾക്കാർ മൊത്തത്തിൽ അനുമോളെ ടാർഗറ്റ് ചെയ്തു എന്നൊരു ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും ആരെയും ടാർഗറ്റ് ചെയ്തെന്ന് വന്നിട്ടൊന്നുമില്ല. ഞാൻ അത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്ത് കാര്യങ്ങളും നമുക്ക് കേട്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുമോ?
അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ PROമാർ നമ്മളെ സൈബർ ആക്രമണം ചെയ്യുമെന്നൊന്ന് പേടിച്ചെന്നുള്ള വാക്കിനുണ്ട്, പേടിച്ചൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ചോദിക്കേണ്ടത് ചോദിക്കും, പറയേണ്ടത് പറയും, കേൾക്കാനുള്ളത് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, സന്തോഷമുള്ള കാര്യം. അത്രയാണ്. നമ്മൾ പറഞ്ഞിട്ടാണല്ലോ കേൾക്കണേ എന്ന് കരുതി നമുക്ക് ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അത് ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവരെയും പോലെ നമുക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അതിന്റെ ഭാഗമായിട്ട് ചോദിച്ചു എന്നുള്ളൂ. അനുവിനോട് ചോദ്യം ചോദിക്കാനുള്ള കാരണം അനു തന്നെയാണ് ഉണ്ടാക്കി ഇട്ടത് അവിടെ, ഇല്ലേ? ഇപ്പൊ അനുവിനെ പോലെ തന്നെയാണ് ഞാനും, അല്ലെങ്കിൽ ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഒത്തിരി പേർക്ക് അനുവിനോട് ചോദിക്കാനുണ്ടായിരുന്നു, ചോദിച്ചു. ഈ മുൻഷിച്ചേട്ടനോട് സംസാരിച്ച് പറഞ്ഞത് റീ എൻട്രി വന്നതിന് ശേഷമാണ് അനുമോൾക്ക് വോട്ട് കൂടാൻ കാരണം. എല്ലാരും ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെടൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് നിന്ന് പൊരുതി. അതും അനുമോള് ഒന്നിനും പ്രതികരിച്ചിട്ടുമില്ല അധികം. ചിലപ്പോൾ അത് അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കാം, അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അനുമോൾക്ക് നല്ല ഉത്തരം പറയാൻ അറിയാം, പക്ഷെ അനുമോൾ അവിടെ ഉത്തരം പറയാതെ മാമൂടി കെട്ടിയിരുന്നു. അതിപ്പം അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ തോന്നുന്നുണ്ടോ ഈ റീ എൻട്രി നടത്തിയ ആൾക്കാർ അനുമോളെ ചോദ്യം ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നൊരു ഗെയിമാണെന്ന് ചേട്ടൻ തോന്നുന്നു? ഇല്ല, എല്ലാവർക്കും ഉള്ളിൽ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായല്ലോ, പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ബിഗ് ബോസിൽ തിരിച്ച് റീ എൻട്രി നടത്തിയിട്ട് എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി വരുത്തുക. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അതിലെന്താണ് ശരി, അങ്ങനെ ശരി ഉണ്ടെങ്കിൽ നിങ്ങളത് എവിടെ നിന്ന്, എന്താണ് റീസൺ, അങ്ങനെ പറയാനുണ്ടായ റീസൺ എന്താണ്, അതൊന്ന് ക്ലാരിറ്റി വരുത്തുക എന്നുള്ള അപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ നിങ്ങൾ കണ്ടില്ലേ, ഞാനും അവനും എന്തോരം തമാശകൾ അടിച്ചു, എല്ലായ്പ്പോഴും ഞാനും അവനും വഴക്കുണ്ടായിട്ട് ആ വീട്ടിൽ വേറെ സംസാരമുണ്ട്. നീയും അനുവും വഴക്കുണ്ടായി കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിയുമ്പം നീ അനു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ കാണാം, അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന കാണാം എന്നും. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അനുവിനോടോ അല്ല ആരോടും ദേഷ്യവും കാര്യങ്ങളും ഇല്ല. പിന്നെ ക്ലാരിറ്റി വരുത്തണമല്ലോ, നമുക്ക് ചോദിച്ചു മനസ്സിലാക്കണമല്ലോ എന്താണ് റീസൺ, അത്രേ ഉള്ളൂ. അല്ലാതെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടൊന്നും അല്ല കയറിപ്പോയി. ഇപ്പൊ രണ്ടാമത് റീ എൻട്രി നടത്തുകയാണ്, അപ്പൊ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കാം, എനിക്ക് നല്ല പിള്ള ചെമഞ്ഞ് പുറത്ത് നല്ല ഒരു സംഭവം വാങ്ങാം, അങ്ങനെയൊന്നും അങ്ങനെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. എന്തോ അനുമോൾക്ക് കപ്പ് കൊടുക്കുമ്പോൾ ശൈത്യയുടെ മുഖം എടുത്തെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നോ? ഇല്ല, ഞാൻ അനുമോളെ ശ്രദ്ധിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ശൈത്യം ശ്രദ്ധിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബിഗ് ബോസ് കപ്പ് കൊടുക്കുമ്പോൾ ആരും കപ്പ് കൊടുക്കുമ്പോൾ മറ്റെല്ലാവരും എഴുന്നേറ്റ് കൈയടിക്കുന്നത്, ശൈത്യയുടെ മുഖം ഭയങ്കര വിഷമത്താതെ ഇരിക്കുന്ന അത് ബിഗ് ബോസ് ഞാൻ കണ്ടില്ല ആക്ച്വലി. അത് സത്യമായിട്ടും കണ്ടില്ല. ഞാൻ അനുമോൾക്ക് ട്രോഫി കിട്ടുന്ന, അല്ലെങ്കിൽ അനീഷിനെയും ലാലേട്ടനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശൈത്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഈ ഇതിൽ തന്നെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു, ആൾക്കാരുടെ എല്ലാവരുടെയും ഒരു PR-ന്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നേരിട്ട് ബാധിച്ചായിരുന്നു ആ സ്കിറ്റ്? ഇല്ല, അയ്യോ എന്തിനാ, അതൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. ഒരു ടീമിന്റെ ഒരു ക്രിയേറ്റിവിറ്റിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഞാനൊരു ആർട്ടിസ്റ്റ് അല്ലേ, അതൊക്കെ അതിന്റെ വഴിക്ക് എനിക്ക് എല്ലാം. നമ്മളിപ്പോൾ ഈ ഷോയിലോട്ട് വന്ന് എന്തിനാ ഗെയിം ചെയ്തു, ജനങ്ങൾക്കിടയിൽ നിന്നല്ലേ ഈ ഷോയിലേക്ക് എത്തിയ. അപ്പോൾ ജനങ്ങൾ ചോദ്യം ചെയ്യും, ഇതുപോലെ മീഡിയക്കാരുടെ മുമ്പിൽ നമുക്ക് ആൻസർ പറയേണ്ടി വരും, ഇതുപോലെ ട്രോളുകൾ വാങ്ങിക്കൂട്ടേണ്ടി വരും. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഞാൻ അത്രേ കാണുന്നു. എനിക്ക് അതിലൂടെ വേറെ ദേഷ്യം വെറുപ്പൊന്നുമില്ല. ഹാപ്പി. ഞാൻ അത് എൻജോയ് ചെയ്തു. ആ സ്കിറ്റ് ഭയങ്കര എൻജോയ് ചെയ്തു. എന്താ നിങ്ങൾ കണ്ടായിരുന്നു സ്കിറ്റ്? എന്നെ എന്തൊക്കെയാ പറഞ്ഞ? അയ്യോ, ഞാൻ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു. എന്നെ നേരത്തെ അവർ വിളിച്ച് കുറച്ചുകൂടെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കായിരുന്നു എനിക്ക്, ചേട്ടാ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞാണ്. വേറെന്താ, ഈ റീ എൻട്രി സമയത്ത് ആദില വെളിപ്പെടുത്തിയതായിരുന്നു അക്ബറിനെ കരിവാരി തേക്കണമെന്ന്. പിന്നെ 50,000 രൂപ കൊടുത്താൽ 100ക്ക് വോട്ട് കയറ്റാമെന്ന് നിങ്ങളുള്ള സമയത്ത് തന്നെ. അപ്പൊ അങ്ങനെയൊക്കെ നടക്കൂ? എങ്ങനെ 50,000 രൂപ കൊടുത്ത് വോട്ട് കയറ്റാനും ഒരാളെ കരിവാരി തേക്കാനും പുറത്ത്? അറിയില്ല എന്താ പരിപാടി, അങ്ങനെ എനിക്ക് കുറിച്ച് അറിയില്ല. വോട്ട് കയറ്റ സമയത്ത് തന്നെ എന്താ പറഞ്ഞേ? അക്ബറിനെ കരിവാരി തേക്കണമെന്ന് ആര് പറഞ്ഞു? ആദില അനുമോളുടെ പറഞ്ഞു കാണും. അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കാണും, എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. അത് എന്നോട് മുഖത്തേക്ക് പറഞ്ഞില്ല. ഒരു പേപ്പറിൽ അതൊന്നും ക്ലാരിറ്റി വരുത്തി അവിടെ തന്നെ അങ്ങനെ അല്ല എന്നുള്ളത് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. ഈ അനീഷ് എന്ന് പറഞ്ഞ ഗെയിമർ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ലെവലിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം ആദ്യം തന്നെ നിങ്ങളെ തന്നെ എല്ലാവരും ഉറപ്പിച്ചിട്ട് പിന്നെ ഞാനും അനീഷുമാണ് തുടക്കം മുതൽ ഫൈറ്റ് ഉണ്ടായത്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞു റീ എൻട്രി നടത്തിയപ്പോഴും ഞാൻ അനീഷുമായിട്ട് നല്ല സുഹൃത്തുക്കൾ കണ്ടേല്. അനീഷോട് ഞാൻ മുമ്പേ പറഞ്ഞു, അനീഷ് മനഃപൂർവ്വമായിരുന്നില്ല, അതൊക്കെ ആ സമയത്ത് സംഭവിച്ചതാണ്. അപ്പോൾ അനീഷ് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എടാ അങ്ങനെ ശരത്ത് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് ശരത്തിനോട് ഒരു ദേഷ്യമില്ല,
അനീഷ് എപ്പോഴും പറയും എനിക്ക് ഒത്തിരി നല്ല തമിഴ് സിനിമകൾ കിട്ടണം, ഒത്തിരി സിനിമകൾ ഭാഗമാകാൻ പറ്റണം എന്നൊക്കെ അനീഷ് എപ്പോഴും പറയും. സോ അതൊന്നും വിഷയമൊന്നുമില്ല. അനീഷ് ഒരു പാവം മെമ്പറാണ്, അടിപൊളിയാണ്. അവനും കപ്പ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവൻ നല്ല ഗെയിമറാണ്, നല്ലൊരു മനുഷ്യനാണ് ആളെ. ഇപ്പൊ ഈ ടോപ്പ് 5 വന്ന ആൾക്കാരുണ്ട്, നെവിൻ, ഷാനവാസിക്ക, അക്ബർ. അപ്പൊ ഈ ഇതില് അപ്പാൻ ഷെറഫ് എന്ന നിലയിൽ നോക്കി കാണുമ്പോ ഈ ടോപ്പ് 5 ശരിക്കും പ്രെഡിക്റ്റബിൾ ആയിരുന്നോ അതോ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നോ ഈ വ്യക്തികളോ? ആ. അതെ, പ്രഡിക്റ്റ് അക്ബർ ടോപ്പ് 5 എത്തുന്നുള്ളവരെ എനിക്കറിയായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം അനു ആണെങ്കിലും ടോപ്പ് 5 എത്തുമെന്ന് എനിക്കറിയാം, അനീഷ് ആണെങ്കിലും എത്തും. പിന്നെ ഷാനവാസിക്കും നെവിനും നല്ല ഗെയിമേഴ്സ് ആയതുകൊണ്ട് അവരും നെവിൻ നല്ല ഗെയിമറാണ്, നെവിൻ നല്ലൊരു എൻജോയ് കൊടുക്കുന്ന ഒരാളാണ്. അവരെത്തും, അവർ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മൈൻഡ് ഗെയിം ഷാനവാസിക്ക് ആണെങ്കിലും നല്ല മെയിൻ ഗെയിമറാണ്. എല്ലാവരും എത്തിയതിൽ തെറ്റ് പറയാൻ പറ്റില്ല. എല്ലാവരും അവരവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവർ എത്തിയത് അവിടെ. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നൂറ ആദില എന്നൊരു ടീമിനെ കുറിച്ചാണ്. അപ്പൊ നൂറ ഓൾറെഡി ഫൈനൽ 5 ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്ത ഒരാളാണ്. ഫൈനൽ 5 ഓൾറെഡി എത്തുന്ന ആൾക്കാരൊക്കെ വിചാരിച്ചു, പക്ഷെ പെട്ടെന്ന് ഒരു 6 ആയി ഇറങ്ങി പോകേണ്ടി വന്നു. പക്ഷേ നിലയിൽ നൂറ ഈ ആദിലേക്ക് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കപ്പ് കിട്ടിയില്ല അല്ലെങ്കിൽ ടോപ്പ് 5 എത്തിയില്ല എന്നുണ്ടെങ്കിൽ പോലും കുറേ ആൾക്കാരുടെ മനസ്സിൽ അവർ രണ്ടുപേരും ഉണ്ട്. എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അവർ രണ്ടുപേരും എപ്പോഴും ഉണ്ടാവും. എൻ്റെ 2 പെങ്ങന്മാരെ പോലെ തന്നെയാണ് അവർ, 2 മക്കളെ പോലെ തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എല്ലാവരെയും എൻ്റെ അകത്ത് സ്നേഹിച്ചതും എടുത്തതൊക്കെ. അവർക്ക് നല്ലൊരു കരിയർ ഉണ്ട്, രണ്ടുപേർക്കും നല്ല കരിയർ ഉണ്ട്. നന്നായിട്ട് സന്തോഷത്തോടെ അവർ ജീവിക്കും. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും, അവർക്ക് എന്ത് വിഷമത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലായ്പ്പോഴും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു. നിങ്ങൾ ഇന്നലെ മുതൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. നിങ്ങളെ ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. ഇന്നലെ നിങ്ങളെപ്പോഴാണ് എല്ലാവർക്കും കാണാൻ സാധിച്ചത്. ഒത്തിരി സന്തോഷം. ഏറ്റവും അടുത്തൊരു കാര്യം കൂടെ, 2 കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് അവസാനിച്ചു. നിങ്ങൾക്കറിയാം, ഞാൻ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ എൻ്റെ പ്രൊഫഷണൽ ആക്ടിങ് ആണ്. എനിക്ക് കിട്ടിയ ഒരു അവസരം, ബിഗ് ബോസിൽ കിട്ടിയ ഒരു അവസരം, ഞാനത് പോയി ചെയ്തു. അതവിടെ കഴിഞ്ഞു. ഇനി മുതൽ ബിഗ് ബോസുമായിട്ടുള്ള ഒരു കാര്യങ്ങളിലായിട്ടൊന്നും ഞാൻ അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല. എൻ്റെ സിനിമകളുമായിട്ടായിരിക്കും ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം കണ്ട ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ അന്നും എന്നോടൊപ്പം ഉണ്ടാവണം. അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബിഗ് ബോസിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ബിഗ് ബോസിൽ വന്നിട്ട് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അത് എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഞാൻ റിയലായിട്ട് നിന്നത് കൊണ്ടോ സംഭവിച്ചതാണ്. അല്ലാതെ ആരോടും വ്യക്തിപരമായ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നന്ദി. താങ്ക് യു.